أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യൂസുഫിലെ 69-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. അപ്പൊ ആ ആയത്തിന്റെ വിശദീകരണത്തിലേക്കും അതിന്റെ ഒരു അത് നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ലെസൺസും അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ച ഒരു സംഗതിയെക്കുറിച്ചുള്ള ഒരു ചെറിയ മറ്റൊരു ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു വിശദീകരണം കൂടി നൽകിക്കൊണ്ട് അതിലകത്തേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ 67-ാമത്തെ ആയത്ത് വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ, നിങ്ങൾ ഒറ്റ വാതിലിലൂടെ കടക്കരുത്, വദ്ഖുലു മിൻ അബ്വാബിൻ മുത്തഫർരിഖ, വ്യത്യസ്ത വാതിലുകളിലൂടെ കടക്കണം എന്ന് പറഞ്ഞതിനെ കുറിച്ച് നല്ലൊരു ശതമാനം മുഫസ്സിറുകൾ അത് അദ്ദേഹം തന്റെ മക്കളെ കണ്ണേറിൽ നിന്ന്, ഐനിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഒരു വിശദീകരണം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഈ കോണ്ടെക്സ്റ്റ്, ഇതിന്റെ ഈ സംഭാഷണത്തിന്റെ പശ്ചാത്തലം വെച്ചിട്ടും മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല അത് വളരെ വ്യക്തമായിട്ട് ആ അർത്ഥത്തിൽ അത് പറയാത്തത് കൊണ്ടും നമ്മൾ അതിനെക്കുറിച്ച് മുഫസ്സിറുകളുടെ തന്നെ മറ്റ് പല മുഫസ്സിറുകളുടെയും തന്നെ വ്യാഖ്യാനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എത്തിച്ചേർന്ന ഒരു പോയിന്റും ഞാൻ പറഞ്ഞിരുന്നു. അതായത് വെറും കണ്ണേറ് മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന് യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് അപ്പോഴത്തെ സാഹചര്യം, ഒരു സാമൂഹിക സാമ്പത്തിക സാഹചര്യം വെച്ചിട്ട് മക്കളെ കൊള്ളക്കാരിൽ നിന്നും ക്രിമിനൽ ഗ്യാങ്ങുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ഒറ്റയടിക്ക് ഒരു കൂട്ടമായിട്ട് അവിടെ പ്രവേശിക്കുന്നതിന് പകരം വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കണം എന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതില് ഈ അപ്പൊ ഇത്രയധികം മറ്റു ധാരാളം മുഫസ്സിറുകൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എങ്ങനെ നമ്മൾ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യും എന്ന ഒരു ചോദ്യം ചിലപ്പോഴൊക്കെ ആളുകളുടെ മനസ്സിലുണ്ടാകും. അപ്പൊ അതിന് നമുക്ക് പറയാനുള്ള മറുപടി, വിശുദ്ധ ഖുർആൻ വ്യക്തമായി ഒരു കാര്യം പറയാത്തതിനെ നമുക്ക് എന്ത് ചെയ്യാം, പൂർവ പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ ആധുനിക പണ്ഡിതന്മാരുടെ ഒക്കെ പിന്നെ വിശദീകരണങ്ങൾ വെച്ചിട്ട് നമുക്ക് തന്നെയും എന്ത് ചെയ്യാം, ഖുർആന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ എത്രയോ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അഫലാ യഅഖിലൂൻ അഫലാ യുബ്സിറൂൻ അഫലാ യതദക്കറൂൻ. അപ്പൊ ഖുർആന്റെ ആയത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു സംഗതിയെ ഒരു കണ്ണേറ് എന്ന ഒരൊറ്റ പോയിന്റിലേക്ക് മാത്രം ചുരുക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആദ്യത്തെ പ്രശ്നം നമ്മൾ പറഞ്ഞു, ഇവരെല്ലാവരും ഒരു നല്ല സൗന്ദര്യമുള്ള കായിക ബലമുള്ള ആളുകളാണ്, അതുകൊണ്ടാണ് കണ്ണേറ് ഇവർക്ക് കിട്ടും എന്ന ഒരു വാദമാണ് പലരും ഉന്നയിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതേ പ്രശ്നം ആദ്യത്തിലും ബാധകമാണ്. അതായത് ഫസ്റ്റിലെ ഇവർ വന്നല്ലോ, ആദ്യം ഇവർ വന്നപ്പോഴും ഇതേ സൗന്ദര്യം ഇവർക്കുണ്ടായിരുന്നു, ഇതേ പിന്നെ തടിമെടുക്ക് ഇവർക്കുണ്ടായിരുന്നു, ഇതേ ഒരു സംഘബലം അവർക്കുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തിൽ അത് പറയാതെ രണ്ടാമത് മാത്രം കണ്ണേറിനെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് മറുപടി പറയാൻ സാധിക്കുക, ചിലപ്പോൾ ഇത്തവണ അവർക്ക് കുറച്ചുകൂടി അറ്റൻഷൻ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്, കാരണം അവർ രണ്ടാമത് ഒന്നുകൂടി വരികയാണ് എന്നുള്ളതാണ്. പക്ഷെ അപ്പൊ അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ്, ഈ വാതിലിന്റെ അടുത്ത് മാത്രമല്ലല്ലോ കണ്ണേറുകാരുള്ളത്. ഇവര് ഒറ്റ സംഘമായിട്ട് കൻആനിന്ന് പുറപ്പെടുന്നു, ഫലസ്തീനിലെ കൻആനിന്ന് പുറപ്പെടുന്നു, ഈജിപ്തിൽ വരെ എത്തുന്നു. ഈ പോകുന്ന വഴിക്കൊക്കെ കണ്ണേറുകാരുണ്ടാവാലോ. അതായത് ഈ പോകുന്ന വഴിക്കൊക്കെ ഇവർ ഒറ്റ സംഘമായിട്ടാണ് പോകുന്നത്. പക്ഷെ വാതിലിൽ എത്തുമ്പോൾ മാത്രം ഇവര് വ്യത്യസ്തങ്ങളാകുന്നു. എന്നിട്ട് പിന്നെയും വീണ്ടും രാജാവിന്റെ അടുത്ത് എത്തുമ്പോൾ ഇവര് വീണ്ടും ഒന്നിച്ചു ചേരണം. അപ്പോഴും കണ്ണേറ് വരാലോ. രാജാവിന്റെ മുന്നിൽ ഇവർ ഒന്നിച്ചൊരു സംഘമായിട്ട് നിൽക്കുമ്പോൾ, അവിടുന്ന് ഫുഡിന്റെ ധാന്യത്തിന്റെ പാക്കേജുകൾ ഏറ്റുവാങ്ങുമ്പോൾ, പിന്നെ വീണ്ടും തിരിച്ചു പുറപ്പെടുമ്പോൾ അപ്പോഴൊക്കെ കണ്ണേറ് വരാലോ. പക്ഷെ അപ്പോഴൊക്കെ ഇവർ ഒന്നിച്ചു തന്നെ പോകുന്നു. അപ്പോ ഈ വ്യത്യസ്ത വാതിലിലൂടെ ആ വാതിലിന്റെ അടുത്ത് മാത്രം വ്യത്യസ്തരാകാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തല്ല, വെറും കണ്ണേറ് മാത്രമല്ല,
മറിച്ച് നേരത്തെ പറഞ്ഞ ആ ഒരു സംഗതിയാണ്. അതായത് ഇവര് കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടരുത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. രണ്ടാമതൊരു പോയിന്റ് ഈ ഹാജത്തൻ ഫി നഫ്സി യഅഖൂബ ഖലാഹ എന്ന് പറഞ്ഞല്ലോ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ മനസ്സിൽ തോന്നിയ ഒരു ആവശ്യം. ആ ആവശ്യത്തിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വ്യത്യസ്ത വാതിലുകളിലൂടെ പോകാൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇവരോട് പറഞ്ഞതിന്റെ ഒരു സുപ്രധാന ലക്ഷ്യം, അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഫീലിംഗ് ഉണ്ട്, യൂസുഫ് അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട്. എവിടെയോ യൂസുഫ് അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ട്. സ്വാഭാവികമായിട്ടും പട്ടിണി വ്യാപകമായ ഒരു കാലഘട്ടത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാം ഭക്ഷണം തേടി ഇവരെ പോലെ ഏതോ പ്രദേശത്ത് നിന്ന് അവിടെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോ യൂസുഫ് അലൈഹി ഇസ്ലാമയെ കണ്ടുപിടിക്കാൻ നല്ലത് എല്ലാ വാതിലിലും ഇവരിലെ ഓരോ ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം വരും. അപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാമയെ കണ്ടു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും? ഇവർക്ക് എന്താണ് സംഭവിക്കുക? ഇവര് പഴയ ആ പ്രതികാരം പിന്നെയും വീട്ടുമോ? അതല്ല ഇവർക്ക് ഇവര് അപ്പൊ സ്വാഭാവികമായിട്ടും യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹം അതാണല്ലോ വല്ലാഹു അലാ മാ നഖൂലു വക്കീൽ എന്ന് പറഞ്ഞിട്ട് അലൈഹി തവക്കൽതു 67ാമത്തെ ആയത്തിന്റെ അവസാനം ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ അലൈഹി തവക്കൽതു വ അലൈഹി ഫൽയതവക്കലിൽ മുത്തവക്കിലൂൻ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹിനെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം, അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാമയെ ഇവർക്ക് കണ്ടു കിട്ടാൻ സാധിച്ചാൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു വിവരം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിക്ക് കിട്ടുകയും അതുവഴി യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിക്ക് സ്വന്തം മകനെ തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള വല്ല സാധ്യതയുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കുകയാണ് എന്നുള്ളതാണ്. അത്രത്തോളം ഇന്റലിജന്റ് ആയിരുന്നു. പക്ഷെ ഇത് ഇവരോട് തുറന്നു പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തുകൊണ്ട് ഈ വാതിലിലൂടെ കടക്കണം, വ്യത്യസ്ത വാതിലിലൂടെ കടക്കണം? കാരണം നിങ്ങൾ ഓരോ വാതിലിലും പോകുമ്പോൾ ഒരു പക്ഷെ അവിടെ യൂസുഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അത് നേരത്തെ തന്നെ അവരോട് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അത് ചിലപ്പോ ഒരു പക്ഷേ, കാരണം അദ്ദേഹത്തിന്റെ മക്കളെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാലോ. ഇപ്പോഴും അവർക്ക് ആ ഒരു ഗ്രഡ്ജ്, ഒരു 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 വിരോധം യൂസുഫ് അലൈഹി സ്വലാമയ്ക്ക് നേരെയുണ്ട്. കാരണം ബിന്യാമീനെ അവർ ട്രീറ്റ് ചെയ്തത് അങ്ങനെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഇതിന്റെ അവസാനത്തിലേക്ക്. ഈ ആയത്തിൽ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ബിന്യാമീനോടും യൂസുഫിനോടും ഇവർക്കുള്ള ഒരു മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് ആദ്യമേ തന്നെ തുറന്നു പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമായിരിക്കും എന്ന് കണ്ടിട്ടാണ് അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയാറുന്നത്. മറിച്ച് അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ വ്യത്യസ്ത വാതിലിലൂടെ കടക്കണം. അങ്ങനെ കടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ യൂസുഫിനെ അവിടെ കണ്ടുമുട്ടാൻ സാധിച്ചേക്കാം. അങ്ങനെ കണ്ടുമുട്ടിയാൽ ബിനിയാമീനും ഒപ്പം ഉണ്ടല്ലോ, യൂസുഫിനെ തിരിച്ചറിയാനും അദ്ദേഹത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ലഭിക്കാനും ഒക്കെ സാധിക്കും. അതാണ് ഇല്ലാ ഹാജത്തൻ ഫി നഫ്സി യഅഖൂബ ഖലാഹ എന്ന് പറഞ്ഞ വിഷയമാണ്. ബട്ട് എനിവേ, ഇനിയിപ്പോ ആരെങ്കിലും ഒരാള് ഈ കണ്ണേറിനെ കുറിച്ച് വിശ്വസിക്കുന്ന ഒരാള് ഇത് തന്നെയാണ് എന്ന് ഒരാള് ആ വ്യാഖ്യാനത്തെ ഉൾക്കൊണ്ട് അത് തന്നെ ഇതിനെ അപ്ലൈ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. കാരണം കണ്ണേറ് എന്ന് പറയുന്നതിനെ കുറിച്ച് അതിൽ നിന്ന് നമ്മളോട് അഭയം തേടാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഒക്കെ അതാണ്. അവിടെ കണ്ണേറ് ചെയ്യുന്ന ആൾക്ക്, അല്ലെങ്കിൽ കണ്ണ് നമുക്ക് ബാധിക്കുമെന്ന് നമ്മൾ ഒരാളെ കുറിച്ച് വിശ്വസിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്യാനുള്ള കഴിവ് അല്ലാഹ് കൊടുത്തിട്ടില്ല. മറിച്ച് അങ്ങനെയുള്ള ആളുകളുടെ മൊത്തത്തിലുള്ള ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷ തേടാൻ അള്ളാഹുവിനോട് അഭയം തേടാൻ തന്നെ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു അല്ലെ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ആ സൂറത്ത് നമ്മൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പ്രാർത്ഥനകള് സ്വാഭാവികമായിട്ടും യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് അന്നത്തെ ഒരു വേർഷൻ, ഇതിന്റെ ഒരു മറ്റൊരു വേർഷൻ അവിടെ ഉണ്ടാവും. അത് മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. മക്കൾ അത് പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഓർമ്മയിലൂടെ അവർ അതിൽ നിന്ന് മറികടക്കും. അപ്പൊ അങ്ങനെ ഒരാൾക്ക് അതിനെക്കുറിച്ച് വിശ്വസിക്കണമെങ്കിൽ അതാവാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വ്യക്തമായി പറയാത്ത ഒരു സംഗതിയെക്കുറിച്ച് ഫൈനൽ കൺക്ലൂഷൻ അങ്ങനെ നമുക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല എന്ന ഒരു വിശദീകരണമാണ് ഞാൻ തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അവ്യക്തമാണെങ്കിൽ പിന്നീട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ 69ാമത്തെ ആയത്തിലേക്ക് പോകണം. ഫലമ്മ ദഖലു അലാ യൂസുഫ. അങ്ങനെ അവര് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ, അപ്പൊ അങ്ങനെ വലമ്മ ഫൈനലി എന്ന് പറയാം. അപ്പൊ അവിടെ കുറെ സംഗതികൾ വിട്ടിട്ടുണ്ട്. അതായത് ഇവര് ഫൈനലി തീരുമാനിച്ചു, എന്തായാലും ബിനിയാമീനെയും കൊണ്ട് ഞങ്ങൾ പോകും, പോകാൻ തീരുമാനിച്ചു. അപ്പൊ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കരാർ തരണം, അള്ളാഹുവിനെ മുൻനിർത്തി ഒരു കരാർ തരണം. അവർ ആ കരാർ കൊടുത്തു. എന്നിട്ടാണ് ഇവര് ബിനിയാമീനെ കൊണ്ട് പോകുന്നത്. ബിനിയാമീൻ എന്ന പേരിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് മുഫസ്സിറുകൾ പറഞ്ഞ ഒരു പേരാണ്. ഖുർആനിലോ
വളരെ ഒതന്റിക് ആയിട്ടുള്ള ഹദീസ് നറേഷനിലോ ഒന്നും ഈ പേര് ബിന്യാമീൻ ആണെന്ന് പറയുന്നില്ല. ബെഞ്ചമിൻ എന്ന് ബൈബിളിൽ പറഞ്ഞതിനെ മുഫസ്സിറുകൾ എടുത്തിട്ട് വ്യാഖ്യാനിച്ചിട്ടാണ് ബിന്യാമീൻ എന്ന് പറയുന്നത്. പക്ഷെ എനിവേ അത് ഈ ആയത്തിന്റെ അത് യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ അടുക്കലേക്ക് പിന്നെ ഈ അദ്ദേഹത്തിന്റെ സഹോദരൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ചെറിയ കാൽക്കുലേഷൻ നമുക്ക് നടത്തേണ്ടി വരും. അതെന്താന്ന് വെച്ചാൽ ബിന്യാമീന്റെ പ്രായത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ഈ വരുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനം നമ്മൾ നടത്തേണ്ടി വരും. അപ്പോൾ യൂസുഫ് അലൈഹി ഇസ്ലാം വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് എത്ര വർഷമായി എന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം. അത് ഖുർആൻ അതിനകത്ത് വ്യക്തമായി ഒന്നും പറയുന്നില്ല. അതായത് ചില മുഫസ്സിറുകൾ 40 വർഷത്തോളം അദ്ദേഹം പുറത്തുനിന്ന് അങ്ങനെയാണ് 40 വർഷത്തിന് ശേഷമാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്വലാമെ രണ്ടാമത് കണ്ടുമുട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വളരെ വ്യക്തമായി ഖുർആൻ പറയുന്നില്ല. ചില സൂചനകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എപ്പോഴാണ് യൂസുഫ് അലൈഹി സ്വലാമയെ അവർ കിണറ്റിലിട്ടത് എന്ന് തെളിയിക്കുന്ന ഒരു വാചകം ആ പിന്നെ യാത്രാ സംഘം യൂസുഫ് അലൈഹി ഇസ്ലാമെ കിണറ്റിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു വാചകമുണ്ട് അല്ലെ? എന്താ അവർ പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഹാലു യാ هذا ബുഷ്ര غلام യാ ബുഷ്ര ഹാദ ഗുലാം. ഗുലാം എന്നൊരു പദം അല്ലെ? ആ ഗുലാം എന്ന് പറയുന്നത് ബൈബിള് ശരിക്കും പറയുന്നത് പിന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമെ കിണറ്റിലിട്ടത് 17 വയസ്സുള്ളപ്പോഴാണെന്നാണ്. പക്ഷേ ഖുർആൻ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗുലാം എന്നുള്ള പദം പ്രയോഗിക്കുക ഒരു 8 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്ക് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ്, ആൺകുട്ടികൾക്കാണ് ഗുലാം എന്ന അറബി ഭാഷയിൽ സാധാരണഗതിയിൽ പറയാം. അതായത് ഒരു ടീനേജ് പ്രായത്തിലേക്ക് കടന്നിട്ടില്ലാത്ത ഒരു ബാലൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. അപ്പൊ അതിനിടയിൽ എപ്പോഴും ആവാം. ഓക്കെ, ഒന്നത് അതാണ് ഒരു ഒരു ഏജിനെ കുറിച്ചുള്ള. രണ്ടാമത് യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ഏജിനെ കുറിച്ചുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത് ഈ അസീസിന്റെ കൊട്ടാരത്തിൽ എത്തുമ്പോൾ അവിടെ വെച്ച് നടന്ന സംഭവത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ഫലമ്മ ബലഗ അശുദ്ധഹു അല്ലെ? ഈ യൂസുഫ് അലൈഹി സ്വലാം ഒരു പ്രായപൂർത്തിയായപ്പോ ബലഗ അശുദ്ധഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശാരീരികവും മാനസികവുമായ ഒരു ശക്തി പ്രാപിക്കുന്ന ഒരു ഘട്ടം. അതിനെക്കുറിച്ചാണ് പ്രായപൂർത്തി എന്ന് സാധാരണഗതിയിൽ അറബി ഭാഷയിൽ പറയാം. അപ്പോ അദ്ദേഹത്തിന് അപ്പോഴാണ് ഒരു 17, 18 വയസ്സൊക്കെ ആയിട്ടുള്ള ഒരു പ്രായം. അതായത് അറബി ഭാഷയിൽ മുക്കല്ലഫാകുക എന്ന് പറയും, ഫിഖിന്റെ ഭാഷയിൽ. ഇസ്ലാമിക നിയമങ്ങൾ ആളുകൾക്ക് ബാധകമാകുന്ന ഒരു ഏജ് ആണ് അത്. ഇപ്പൊ നമ്മൾ പല നാട്ടിലും ഈ ലീഗൽ ഏജ് ഉണ്ട് അല്ലെ? ഇപ്പൊ ഉദാഹരണത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ മിനിമം എത്രയാണ് ഏജ്? പല രാജ്യങ്ങളിലും മിനിമം എത്രയാണ് ഏജ്? 18 വയസ്സ് അല്ലെ? 18 വയസ്സ്. ലീഗൽ ഏജ് ടു ഗെറ്റ് മാരീഡ്, വിവാഹം കഴിക്കാൻ ഒരു ലീഗൽ ഏജ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അത് ആൺകുട്ടികൾക്ക് 21ഉം പെൺകുട്ടികൾക്ക് 18ഉം. പക്ഷെ അത് തന്നെയും ഇപ്പോൾ ഇടക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. രണ്ടു കൂട്ടർക്കും 21 ആവണം, അല്ലെങ്കിൽ ഒന്ന് 21, 23 ആവണം. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ മിക്കവാറും ഇത് 16, 18. ചില സ്റ്റേറ്റുകളിൽ, അമേരിക്കയിലൊക്കെ ചില സ്റ്റേറ്റുകളിൽ അത് 16 വേറെ ചില സ്റ്റേറ്റുകളിൽ 18 ലീഗൽ ഏജ് ടു ഗെറ്റ് മാരീഡ്. അപ്പോൾ പക്ഷെ ഇസ്ലാമികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് ഇസ്ലാമിക നിയമങ്ങൾ, ഉദാഹരണത്തിന് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ ഒരാൾക്ക് നിർബന്ധമാകുന്ന ഒരു ഘടകം. മൊത്തത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ നിർബന്ധമാകുന്ന പ്രായത്തിന് തക്ലീഫ് ഉണ്ടാവുക അല്ലെങ്കിൽ മുക്കല്ലഫാകുക എന്നാ പറയാം. ഒരു പ്രായം ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. അതിന് ഒരു ആപേക്ഷികം, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് നിർത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള തൻ്റെ ഇടം, ഒരു അഭിപ്രായ സുബദ്ധത ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടം അതെപ്പോഴാണോ, കാരണം അത് വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ഏജിലാവാതെ ഉണ്ടാവുക. ചില കുട്ടികൾക്ക് അത് 14 വയസ്സിലാവാം, ചിലർക്ക് 15 ആകാം, 16 ആകാം. അപ്പം അത് കൃത്യമായി ഇസ്ലാം നിർണയിച്ചിട്ടില്ല മുക്കല്ലഫ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പ്രായപൂർത്തിയാകുന്നതിന്റെ ചില അടയാളങ്ങളുണ്ടല്ലോ, ശാരീരികമായിട്ടുള്ള ചില അടയാളങ്ങൾ. പെൺകുട്ടികൾക്ക് ആർത്തവം, ആൺകുട്ടികൾക്ക് ഈ സ്ഖലനം പോലുള്ള സംഗതികൾ ഉണ്ടാവുക, ഇതൊക്കെ ഒരു പ്രായപൂർത്തിയായതിന്റെ ലക്ഷണങ്ങൾ. പക്ഷെ അങ്ങനെ പ്രായപൂർത്തി ആയതുകൊണ്ട് മാത്രം മാനസികമായ ഒരു വളർച്ച അവർ പ്രാപിച്ചു കൊള്ളണം എന്നില്ല. അപ്പൊ അത് ഓരോ ഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിലും ഓരോ ഇസ്ലാമികമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ, സംവിധാനമാണെങ്കിൽ, ആ സംവിധാനത്തിൽ ജഡ്ജിമാരും ഖാളിമാരും ഒക്കെയാണ് അത് തീരുമാനിക്കാം. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഇവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ഏജിനെ കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്ന ക്ലൂ അതിൽ പെട്ടതാണ് ഫലമ്മ ബലഗ അശുദ്ധഹു എന്നത്.
ഈ കൊട്ടാരത്തിൽ വെച്ചാണ്, പ്രഭുവിന്റെ കൊട്ടാരത്തിൽ വെച്ചാണ് ആകുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും കിണറ്റിൽ അദ്ദേഹം എറിയപ്പെടുന്നത് ഒരു 8 വയസ്സിനും 12 വയസ്സിനും ഇടക്കാണ്. രാജകൊട്ടാരത്തിൽ പ്രഭുവിന്റെ കൊട്ടാരത്തിൽ എത്തുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകുന്ന, അല്ലെങ്കിൽ ഒരു ക ശാരീരികമായിട്ടും മാനസികമായിട്ടും അദ്ദേഹത്തിന്റെ കഴിവുകൾ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരു ഘട്ടം. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു 9, 10 വയസ്സിലാണ് കിണറ്റിൽ എറിയപ്പെട്ടതെന്ന് വിചാരിച്ചാൽ ഇവിടെ എത്തുമ്പോൾ ഒരു 7 വർഷം ഏറെക്കുറെ ആയിട്ടുണ്ടാവും. ഒരു ഒരു നമ്മുടെ ഒരു പിന്നെ റഫ് എസ്റ്റിമേറ്റ് ആണ്. ഇത് പറയണത് എന്തിനാ വെച്ചാൽ ഖുർആൻ പറയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മളെന്തിനാ വല്ലാതെ ആലോചിക്കണെന്ന് നമ്മൾ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് വല്ലാതെ ആലോചിക്കേണ്ടതില്ല. പക്ഷേ ഖുർആൻ തന്നെ തന്നിട്ടുള്ള ക്ലൂകൾ വെച്ചിട്ട്, സൂചനകൾ വെച്ചിട്ട് നമ്മളത് മനസ്സിലാക്കണം എന്താന്ന് വെച്ചാല്, എങ്ങനെയാണ് ബിന്യാമീനോട് സഹോദരങ്ങൾ പെരുമാറിയത്? ആ പെരുമാറ്റത്തോടുള്ള ബിന്യാമീന്റെ പ്രതികരണം എന്തായിരുന്നു? യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ബിന്യാമീൻ വരുമ്പോൾ ഏതൊരു മാനസികാവസ്ഥയിലായിരുന്നു അദ്ദേഹം? ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏജിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ അദ്ദേഹം യൂസുഫ് അലൈഹി ഇസ്ലാം രാജകൊട്ടാരത്തിൽ, പ്രഭുവിന്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്നു. അവിടെ വെച്ചൊരു ഡ്രാമ ആ സ്ത്രീയുമായിട്ട് ഉണ്ടാവുന്നു. അതിനുശേഷം അദ്ദേഹം ജയിലിൽ പോകുന്നു. ജയിലിൽ പോകുന്ന സന്ദർഭത്തില് ദഖല മഅഹു സിജ്ന ഫതയാൻ, അദ്ദേഹത്തോടൊപ്പം 2 ചെറുപ്പക്കാര് ജയിലിൽ വരുന്നു. അവര് സ്വപ്നത്തെക്കുറിച്ച് പറയുന്നു. ആ സ്വപ്നത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. പക്ഷെ അതിനിടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് പറയുന്നില്ല ഖുർആൻ. പക്ഷെ അതിനുശേഷം ഒരു കാര്യം പറയുന്നുണ്ട്. എന്ത്? ഈ സ്വപ്നം വ്യാഖ്യാനിച്ചതിന് ശേഷം രക്ഷപ്പെട്ട ആള് രാജാവിന്റെ അടുക്കല് യൂസുഫിനെ കുറിച്ച് പറയാൻ മറന്നുപോയി. എന്നിട്ട് അദ്ദേഹം ഫലബിസ ഫിസ് സിജ്നി ബിദ്അ സിനീൻ എന്ന് പറയുന്നുണ്ട്. ആ പ്രിസണില്, ജയിലില് അദ്ദേഹം ബിദ്അ സിനീൻ താമസിച്ചു എന്നാ പറയുന്നത്. ഈ ബിദ്അ സിനീൻ എന്ന് പറഞ്ഞാല് ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറാണ്. അത് 3 മുതൽ 9 വരെ എത്രയോ ആവാം. പലപ്പോഴും ഒരു 7 വർഷമൊക്കെയാണ് അതിന്റെ, പല മുഫസ്സിറുകളും ഈ എന്നെ ഒരു 7 വർഷമായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു 7 വർഷം എന്ന് നമ്മളും വെച്ചോളൂ അവിടെ. അപ്പോ 10 വയസ്സില് ഏറെക്കുറെ ഏകദേശം, ഇതൊന്നും വളരെ കൃത്യമല്ല, ഏറെക്കുറെ ഒരു 10ാമത്തെ വയസ്സിൽ കിണറ്റിൽ വീണു. ഒരു 7 വർഷത്തോട് പിന്നെ അദ്ദേഹം യുവത്വം പ്രാപിക്കുന്നത് ഒരു 7 വർഷം. പിന്നെ അത് കഴിഞ്ഞ് ജയിലിൽ വെച്ചിട്ട് ഈ സ്വപ്ന വ്യാഖ്യാനം നടക്കുന്നത് ഒരു ചിലപ്പോൾ ഒരു പക്ഷെ പെട്ടെന്ന് തന്നെ ആകാം, ജയിലിൽ കടന്ന ഉടനെ ആകാം, അല്ലെങ്കിൽ ഒരു 2 വർഷം അവിടെ ഗ്യാപ്പ് ഉണ്ടാവാം. പിന്നെ അതിനുശേഷം ഒരു 7 വർഷം വീണ്ടും ജയിലിൽ കിടന്നു. അപ്പോ 10 ഉം 2 12, ഒരു 19. പിന്നെയും രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത് 7 വർഷം വളരെ സമൃദ്ധമായ ഒരു കാലം ഉണ്ടാവും, അല്ലെ? ആ സമൃദ്ധമായ കാലം കഴിഞ്ഞിട്ട് കഠിനമായിട്ടുള്ള ക്ഷാമത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ഇവർ വരുന്നത്. അപ്പൊ അവിടെയും ഒരു 7 കഴിഞ്ഞ് 8ാമത്തെ വർഷമാണ് വരുന്നത്. അപ്പൊ ഏതാണ്ട് ഒരു 27, 30 വർഷം, ഏതാണ്ട് നമ്മൾ ഒരു റഫ് എസ്റ്റിമേറ്റ് ആയിട്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ, ഖുർആന്റെ തന്നെ ഈ കാലഗണനയൊക്കെ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 25 മുതൽ 30 വരെ വർഷം യൂസുഫ് അലൈഹിസ്സലാം കിണറ്റിൽ വീണിട്ട് ഈ രാജാവിന്റെ ഈ ഒരു പിന്നെ ഭക്ഷണ വിതരണത്തിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന ആ ഒരു സമയം വരെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഏറെക്കുറെ അത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ബിനിയാമീൻ യൂസുഫ് അലൈഹി സ്വലാമയുടെ ബ്രദർ ആരുടെ അടുത്ത് വരുന്നത്? യൂസുഫ് നബിയുടെ അടുത്ത് വരുന്നത്. അവിടെയാണ് നമ്മൾ പിന്നെ പിന്നെ ഈ ഈ ചർച്ച നമ്മൾ അവിടെ നിന്ന് നടക്കുന്നത്. അപ്പോ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ അടുത്തേക്ക് യാക്കൂബ് നബി ബിന്യാമിനെ വിടാൻ താല്പര്യം കാണിച്ചില്ല. ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ബിന്യാമിന്റെ പ്രായത്തെക്കുറിച്ച് നമുക്കൊരു ഒരു കൃത്യമായ അളവ്, ഒരു കൃത്യമായ വീക്ഷണം ലഭിക്കുന്നില്ല. എന്താന്ന് വെച്ചാല്, നിങ്ങൾക്കൊരു ബ്രദർ ഉണ്ടല്ലോ എന്ന് യൂസുഫ് അലൈഹി സ്വലാം അവരോട് ചോദിക്കുന്നുണ്ട്, അല്ലെ? കാരണം യൂസുഫ് അലൈഹി സ്വലാമിക്ക് മനസ്സിലായി ഈ വന്ന ആളുകൾ എന്റെ സഹോദരങ്ങളാണ് എന്ന് മനസ്സിലായി. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം ബിന്യാമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അവരോട് ചോദിക്കണം, നിങ്ങൾക്കൊരു ബ്രദർ ഉണ്ട്. ആ ബ്രദറിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലോഡ് കിട്ടൂല, നിങ്ങൾക്ക് ഒരു ഒരു പിന്നെ വിഹിതം കിട്ടൂല. അങ്ങനെ വിഹിതം കൊടുക്കണമെങ്കിൽ അയാൾ പ്രായപൂർത്തിയായിട്ടുണ്ടാവണം. സ്വാഭാവികമായിട്ടും ഒരു നല്ല ഫുൾ ബ്ലോൺ അഡൾട്ട് ആയിട്ട് ആര് വളർന്നിട്ടുണ്ട്? ബിന്യാമിൻ വളർന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നത്, ഞാൻ നിങ്ങളോടൊപ്പം ഈ സഹോദരനെ അയക്കില്ല എന്ന് പറയുന്നത്. അത് അത്രത്തോളം പ്രൊട്ടക്റ്റീവ് ആയിട്ട്, അത് അവിടെ നമുക്കൊരു ചില ലെസൺ ഉണ്ട്. അതെന്ന് വെച്ചാൽ ചില രക്ഷിതാക്കള് കുട്ടികൾ ഒരുപാട് വളർന്നാലും അവരുടെ പ്രൊട്ടക്ഷനിലും അവരുടെ സംരക്ഷണത്തിലും ആയിരിക്കും. കാരണം അവർക്കൊരു പേടിയും ആ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു സാമൂഹിക അവസ്ഥകൾ ഉണ്ടാകാം. ആ അവസ്ഥകളെ കുറിച്ച് നമ്മള്
ഇത്രയും പ്രായമുള്ള ഒരു യുവാവിന് സ്വന്തമായിട്ട് തീരുമാനം എടുത്തൂടെ, ഞാൻ പോകും എന്ന് വേണമെങ്കിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയോട് പറയാം. പക്ഷെ അത് അദ്ദേഹം പറയുന്നില്ല. കാരണം പിതാവിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണ് ആര്? ബിനിയാമീൻ. അതുകൊണ്ട് തന്നെ പിതാവിനെ എതിർത്തുകൊണ്ട് പിതാവിന്റെ കൽപ്പനയെ മാനിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് തർക്കുത്തരം പറഞ്ഞിട്ട് പോകാനായിട്ട് ബിന്യാമിൻ തയ്യാറാകുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷനിലും അദ്ദേഹത്തിന്റെ ഒരു സംരക്ഷണത്തിലും തന്നെയാണ് ബിന്യാമിൻ അപ്പോഴും വളർന്നത്. അപ്പോൾ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പോലും അങ്ങനെ പെരുമാറണമെങ്കിൽ, അതായത് വളരെ പ്രായത്തിലുള്ള നല്ല യുവാവായ ഒരു കുട്ടിയെ പോലും അങ്ങനെ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ കഴിയണമെങ്കിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അദ്ദേഹം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു ഇമോഷണൽ സൈഡ് ഉണ്ട്, ഒരു സൈക്കോളജിക്കൽ സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മനസ്സിലായി? ആ കുടുംബത്തിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പ്രവാചകനാണ്. പക്ഷേ പ്രവാചകനായിരിക്കെ തന്നെ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ വഹി ലഭിച്ചിരിക്കെ തന്നെ ആ കുടുംബത്തിലെ ഒരു സൈക്കോളജിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു ഇമോഷണൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ടെൻസ്ഡ് ആണ്. കാരണം യൂസുഫിനെ കൊണ്ടുപോയിട്ട് കിണറ്റിലിട്ടു, അവർ നാട് കടത്താൻ വേണ്ടി ശ്രമിച്ചു. അതിനുശേഷം ബിന്യാമീനെ ഇവർ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പല രൂപത്തിൽ പിതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ബിന്യാമീനെ രക്ഷപ്പെടുത്തണം എന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ താല്പര്യം അതുകൂടി ആണ് ഈ ബിന്യാമീനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി യൂസുഫ് അലൈഹി ഇസ്ലാം ഇത്ര കാര്യമായി ശ്രമിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കേട്ടോ? ഓക്കെ. ഇനി ഇവിടെ വേറൊരു സംഗതി, ഒരു ബുള്ളിങ് നടക്കുന്നുണ്ട് അവിടെ, അല്ലെ? അവരുടെ കുടുംബത്തിൽ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ കുടുംബത്തിൽ ഈ വലിയ സഹോദരന്മാര് യൂസുഫ് നബി അലൈഹി ഇസ്ലാമെ കിണറ്റിലിട്ടു. അതിനുശേഷം തുടർന്ന്, കാരണം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു, യൂസുഫ് അലൈഹി ഇസ്ലാമയും ബിന്യാമിനും ഒരേ മാതറിൽ നിന്നാണ്, ഒറ്റ ഉമ്മയാണ് അവരുടേത്, അല്ലെ? ഒറ്റ ഉമ്മ. ബാക്കി മറ്റ് സഹോദരങ്ങള് വേറെ പിന്നെ വിവാഹത്തിൽ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ വേറെ വിവാഹത്തിലുണ്ടായത്. അപ്പൊ അത്തരം സംഗതികൾ ചില ഫാമിലികളിൽ നടക്കാം എന്ന് പറഞ്ഞാൽ, പിന്നെ പരസ്പരം സിബ്ലിങ്സ് തമ്മിലുള്ള ഒരു അസൂയയോ അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു പകയോ വിദ്വേഷമോ ഒക്കെ നടക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസിന് ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ചിലരെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും, ചിലരെ കൂടുതൽ അവരുടേതായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഈ ചില കുട്ടികൾ സൈക്കോളജിക്കലി, ഇപ്പൊ ഒരു പക്ഷേ ഫിസിക്കലി അവർ ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും സൈക്കോളജിക്കലി അതിന് പ്രായ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ചിലപ്പോൾ സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികൾ പ്രായം കുറഞ്ഞവരായിരിക്കും, അത്ര സ്മാർട്ട് അല്ലാത്തത് പ്രായം കൂടിയവരായിരിക്കും. പക്ഷെ അവിടെയൊക്കെ ഫിസിക്കൽ ബുള്ളിങ് നടക്കാം, ഇമോഷണൽ ബുള്ളിങ് ഒക്കെ നടക്കാം. അത് അങ്ങനത്തെയൊക്കെ ഫാമിലികളും ഉണ്ടാകാം. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന ലെസൺസും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പാരൻസിന്റെ ഒരു റോളിനെ കുറിച്ച്, രക്ഷിതാക്കളുടെ ഒരു റോളിനെ കുറിച്ച് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഇവിടെ വേറൊരു സംഗതി, ഒരു കോൺട്രാസ്റ്റ് നമ്മൾ ഈ സൂറത്ത് യൂസഫിന്റെ ആമുഖത്തിൽ അത് പറഞ്ഞിരുന്നു. ഇപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ സഹോദരി, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ സഹോദരിയെ മൂസാ നബിയുടെ ഉമ്മ പറഞ്ഞയക്കുന്നുണ്ട്, അല്ലെ? ഒരു പുറത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ട്, സ്ട്രീറ്റ് സ്മാർട്ട് ആയിട്ട് പറഞ്ഞേക്കുന്നുണ്ട്. എന്താ വെച്ചാല് കുട്ടിയെ, അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമയെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കുമ്പോൾ ആ പെട്ടിയെ പിന്തുടരാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ഉമ്മ ആ പെൺകുട്ടിയെ പറഞ്ഞേക്കുന്നുണ്ട്. എന്താ പറഞ്ഞേക്കുന്ന? കുസീഹി, നീ ആ പെട്ടിയെ പിന്തുടരണം. അപ്പോ ഒരു ഉമ്മ ഒരു മോളെ വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിലേക്ക്, വളരെ ശത്രു, അല്ലെ? മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ കാലത്ത് ഫിർഔന്റെ പടയാളികൾ കുട്ടികളെ കൊല്ലുന്ന ഒരു ഘട്ടമാണ്. ആൺകുട്ടികളൊക്കെ ജനിച്ചവരെ കൊല്ലുന്ന ഒരു ഘട്ടം. അവര് സ്ട്രീറ്റ് മൊത്തം അവര് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ഘട്ടം. ആ സ്ട്രീറ്റിലേക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ഉമ്മ ആ പെൺകുട്ടിയെ പറഞ്ഞയക്കുന്നു. എന്തിന്? സഹോദരനെ പിന്തുടരാൻ. പക്ഷെ ഇവിടെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം, ഒരു പിതാവ്, വളരെ യങ് ആയിട്ടുള്ള, അഡൾട്ട് ആയിട്ടുള്ള ഒരു മകനെ സ്വന്തം സഹോദരങ്ങളോടൊപ്പം അയക്കാൻ മടിക്കുന്നു. ആ കോൺട്രാസ്റ്റ് നോക്കൂ. ഒരു ഭാഗത്ത് ഒരു പെൺകുട്ടിയെ, കാര്യങ്ങള് സമൂഹത്തിന്റെ ഒരു സിറ്റുവേഷനൊക്കെ അറിയുന്ന ഒരു പെൺകുട്ടിയെ ഒരു ഉമ്മ സ്ട്രീറ്റിലേക്ക് അയക്കുന്നു. വേറൊരു ഭാഗത്ത് ഒരു പിതാവ് വളരെ യങ് അഡൾട്ട് ആയിട്ടുള്ള ബിന്യാമീനെ പുറത്തു വിടാതെ വീട്ടിൽ തന്നെ സംരക്ഷിക്കുന്നു. ആ കോൺട്രാസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും നമ്മൾ പെൺകുട്ടികളെ പുറത്തേക്ക് വിടരുത്, അല്ലെങ്കിൽ പുറത്ത് അയക്കരുത്, പെൺകുട്ടികൾ വീടിന്റെ അകത്ത് മാത്രം വളരേണ്ടവരാണ് എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് വെച്ച് പുലർത്തുമ്പോൾ എന്താണ് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത്? അവർക്കും ഈ സമൂഹത്തിൽ റോൾ, അവിടെ മൂസാ നബിയുടെ ഉമ്മയാണ്
ആ കുട്ടിയെ പിന്തുടരാൻ വേണ്ടിയിട്ട് ആ ബോക്സിന്റെ പിന്നാലെ പോകുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് അവർ കണ്ടുപിടിക്കും. പക്ഷെ ഈ പെൺകുട്ടി ആ പട്ടാളക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ വളരെ പതുക്കെ ഒരു പിന്നെ ആ പെട്ടിയെ പിന്തുടരുകയും ആ ബോക്സ് അല്ലെ താബൂത്ത് അതിലെ പിന്തുടരുകയും അങ്ങനെ രാജകൊട്ടാരം വരെ എത്തുകയും ചെയ്യുന്നുണ്ട്. അതും നമുക്കുള്ള ഒരു ഒരു പാഠമാണ്. ചിലപ്പോ ഒരു പക്ഷെ നമ്മൾ പെൺകുട്ടികളെ പുറത്തേക്ക് പറഞ്ഞയക്കേണ്ടി വരും. സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ. ചിലപ്പോ ഒരു പക്ഷെ ആൺകുട്ടികളെ വീടിന്റെ അകത്ത് തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടും വരും, സംരക്ഷിക്കേണ്ടതായിട്ടും വരും. അതും ചില കോൺട്രാസ്റ്റ് അങ്ങനത്തെ പാഠങ്ങൾ നമുക്ക് ഇതിൽ ലഭിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ആയത്തിലേക്ക് വന്നാല് വലമ്മ ദഖലു അലാ യൂസുഫ്, അവര് യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ അടുക്കൽ പ്രവേശിച്ചപ്പോ ഈ സംഘം, അതായത് ഈ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ മറ്റു മക്കളും ബിന്യാമീനും ഉൾപ്പെടുന്ന സംഘം യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ അടുക്കൽ വന്നപ്പോ ആവാ ഇലൈഹി അഹാഹു, അദ്ദേഹം ആവാ ഇലൈഹി, അദ്ദേഹത്തിന്റെ റെഫ്യൂജിലേക്ക്, സംരക്ഷണത്തിലേക്ക് കൊണ്ടുവന്നു. ആവാ ഇലൈഹി എന്ന് പറഞ്ഞാൽ യൂസുഫിന്റെ സംരക്ഷണത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. അഹാഹു, സ്വന്തം സഹോദരനെ കൊണ്ടുവന്നു എന്നാണ്. അപ്പൊ ഇവിടെ ആവ എന്ന പദത്തെക്കുറിച്ച് നമ്മൾ ചെറിയൊരു വിശദീകരണം നൽകേണ്ടതുണ്ട്. അതായത് അവ എന്ന പദത്തിന്റെ മുത്തഅദ്ദിയാണ് ആവ. അവ എന്ന് പറഞ്ഞാൽ സംരക്ഷണം തേടി എന്നാണ്, അല്ലെങ്കിൽ സംരക്ഷണത്തിൽ നമ്മളൊരു, ഇപ്പൊ ഉദാഹരണത്തിന് സൂറത്തുൽ കഹഫ് തന്നെ എടുത്താല് 2 സ്ഥലത്ത് അവ എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫഅ്വു ഇലൽ കഹ്ഫി യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതി. എവിടെയാ അത് പറയുന്നത്? ഫഅ്വു ഇലൽ കഹ്ഫി. ഫഅ്വു ഇലൽ കഹ്ഫി എന്ന് പറയുന്നത് എവിടെയാ? ഏത് ഭാഗത്താ? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? സൂറത്തുൽ കഹഫ് ആയിരിക്കട്ടെ നമ്മുടെ അടുത്ത സൂറത്ത് ഇൻഷാ അല്ലാഹ്. യുവാക്കളോട് പറയുന്നല്ലേ, നിങ്ങൾക്ക് ഗുഹയിലേക്ക് അഭയം തേടുക എന്ന് പറഞ്ഞിട്ട്. ഗുഹയിലേക്ക് അഭയം തേടുക എന്ന് പറയുന്നുണ്ട്. ഫഅ്വു ഇലൽ കഹ്ഫി, നിങ്ങൾ പോയിട്ട് അവിടെ സംരക്ഷണം തേടണം എന്ന് യുവാക്കളോട്, അള്ളാഹുൽ വിശ്വസിച്ച യുവാക്കളോട് കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ മൂസ ഖിളർ സംഭവത്തില് ഇത് അവൈന ഇല സഖ്റതി ഫഇന്നി നസീതുൽ ഹൂത വമാ അൻസാനിഹു ഇല്ല ശൈത്താനു അൻ അദ്കുറ എന്ന് പറയുന്നുണ്ട്. ഇത് അവൈന ഇല സഖ്റ എന്താ അർത്ഥം? ഇത് അവൈന ഇല സഖ്റതി, ആ പശ്ചാത്തലം ഓർക്കുന്നുണ്ടോ? ആ കോണ്ടെക്സ്റ്റ് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതായത് മൂസായും മത്സ്യം പോയ വഴി അതെ, അതായത് ഒരു അടയാളം കൊടുത്തതാണ്. മത്സ്യം എവിടെയാണോ നഷ്ടപ്പെട്ടത് അവിടെയായിരിക്കും നിങ്ങൾ അന്വേഷിച്ച ആ ഒരു വ്യക്തി ആളുണ്ടാവുക എന്നുള്ളത്. അതെ അതെ. അപ്പോ മത്സ്യം പോയ കാര്യം പിന്നീടാണ് മൂസാ നബി അലൈഹി സ്വലാം ഓർക്കുന്നത്, മൂസാ നബി അലൈഹി സ്വലാം ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ബാലനോട്. അപ്പൊ ആ ബാലനോട് ചോദിച്ചു, നമ്മുടെ മത്സ്യം എവിടെ? നമ്മുടെ ആത്യന ഗദ അന, നമ്മുടെ ലഞ്ച് കൊണ്ടുപോവാ അല്ലെ, ഈ മത്സ്യം ലഞ്ചായിട്ട് കരുതിയതാണ്. പക്ഷെ അപ്പോഴാണ് ഈ ബാലൻ, ഈ സെർവന്റ് പറയുന്നുണ്ട്, ഇത് അറഅയ്ത ഇത് അവൈന ഇല സഖ്റതി, താങ്കൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ആ പാറയുടെ കെട്ടിൽ ഒരു അവൈന, ഒരു സംരക്ഷണം തേടിയിരുന്നപ്പോ, അതായത് നമുക്ക് ക്ഷീണം വന്ന് നമ്മൾ അവിടെ ഇരുന്നപ്പോ ഫഇന്നി നസീതുൽ ഹൂത, ഞാൻ ഈ മത്സ്യത്തെ മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. അവിടെയും അവൈന, മനസ്സിലായില്ലേ? അപ്പൊ അവ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിക്കും അതിനെക്കുറിച്ച് ഡിക്ഷണറിയിൽ കാണാൻ സാധിക്കും. ഒരു ലൈഫ് ഉള്ളിടത്ത് ഒരു ദൗർബല്യം നമുക്ക് ബാധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊരു വീക്ക്നെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വേറൊരു സംഗതിയോട് വി ഫ്യൂസ് ടുഗദർ, നമ്മൾ അതിനോട് ഒന്നിച്ചു ചേരുന്നു. വെൻ ദർ ഇസ് എ വീക്ക്നെസ്. അതുപോലെ ചില പക്ഷികൾ കൂട്ടമായിട്ടാ പറക്കുക അല്ലെ, കൂട്ടമായിട്ടാ പറക്കുക. എന്തിനാ? അവർക്ക് ഒരു വീക്ക്നെസ് ബാധിക്കും. അപ്പോൾ ഒറ്റക്കൊറ്റക്ക് പറന്നാൽ അവർ വീണു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവര് വേട്ടയാടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളടത്ത് ഫ്ലോക്ക് ടുഗദർ, അവർ ഒന്നിച്ചു പറക്കും. അതിനെക്കുറിച്ചാണ് അവ എന്ന് പറയുക. അതായത് നമ്മൾക്ക് ഒരു വീക്ക്നെസ് ഉള്ളപ്പോൾ നമ്മളെക്കാൾ ശക്തമായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ ഒന്നിച്ചു ചേർന്നിട്ട് സംരക്ഷണം തേടുക. അതാണ് ഫഅ്വു ഇലൽ കഹ്ഫി ഇത് അവൈന ഇല സഖ്റതി എന്നൊക്കെ പറഞ്ഞത്. അതിന്റെ മുത്തഅദ്ദി, അതായത് നമ്മൾ ആ സംരക്ഷണം, വേറൊരാളെ ആ സംരക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ആവാ യുവി എന്ന് പറയാം. മനസ്സിലായോ? ആവാ യുവി. ഇപ്പോ മറ്റൊരു വേറൊരു ഉദാഹരണം കൂടി ഉണ്ട് കേട്ടോ. അവ എന്നുള്ളതിന് വേറൊരു ഉദാഹരണം കൂടി ഉണ്ട്. ഇപ്പോ നൂഹ് നബിയുടെ മകൻ വെള്ളപ്പൊക്കം വരുമ്പോ ഞാൻ ആ പർവ്വതത്തിന്റെ സംരക്ഷണം തേടിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, സ ആവി ഇലൽ ജബൽ, ഞാൻ ആ
പർവ്വതത്തിലേക്ക് അഭയം തേടിക്കൊള്ളാം, അതിന്റെ സംരക്ഷണം തേടിക്കൊള്ളാം. അത് വേറൊരു ഉദാഹരണമാണ്. അതും ഞാൻ അതിന്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയത്. അപ്പോൾ ഓക്കെ, അതാണ് അവ. ഇനി ആവ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ദുർബലനായ ഒരാളെ നമ്മുടെ സംരക്ഷണത്തിലേക്ക്, അല്ലെങ്കിൽ ആരാണോ ആവ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു സംരക്ഷണം കൊടുക്കുന്നത്, അയാളുടെ സംരക്ഷണത്തിലേക്ക് അയാളെ കൊണ്ടുവരുന്നതിനാണ് ആവ എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇപ്പോ അവ എന്ന് പറഞ്ഞാൽ നമ്മൾ സംരക്ഷണം തേടുക, ഓക്കെ, സംരക്ഷണം അന്വേഷിക്കുക. ആവ എന്ന് പറഞ്ഞാൽ നമ്മൾ സംരക്ഷണം കൊടുക്കുക. മനസ്സിലാവുണ്ടോ പറയണ? ഏതുപോലെ തഇമ ഭക്ഷിച്ചു, തഇമ എന്ന് പറഞ്ഞാല് ഭക്ഷിച്ചു. അത്അമ എന്ന് പറഞ്ഞാലോ അത്അമ എന്ന് പറഞ്ഞാൽ ഭക്ഷിപ്പിച്ചു, ഭക്ഷിപ്പിച്ചു. ജലസ ഇരുന്നു, അജ്ലസ ഒരാളെ ഇരുത്തി. ആ വ്യത്യാസം. ഓക്കെ, അവ എന്ന് പറയുമ്പോൾ സംരക്ഷണം തേടി, ആവ എന്ന് പറയുമ്പോൾ നമ്മുടെ സംരക്ഷണത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്നു. ഓക്കെ, അതാണ് ആ പദത്തിന്റെ ഒരു ഡൈസെക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഫലമാ ദഖലു അലാ യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ അടുക്കൽ ഇവർ വന്നപ്പോ ആവാ ഇലൈഹി അഖാഹു, യൂസുഫ് അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? തന്റെ സഹോദരനെ തന്റെ സംരക്ഷണത്തിലേക്ക് കൊണ്ടുവന്നു. ഹി ബ്രോട്ട് ഹിം ഇൻ ടു ഹിസ് റെഫ്യൂജ്. പൂർണ്ണമായിട്ടും തന്റെ സംരക്ഷണത്തിലേക്ക് കൊണ്ടുവന്നു. കാരണം അവിടെ ഒരു വീക്ക്നെസ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഈ ബിന്യാമീനെ യൂസുഫ് അലൈഹി ഇസ്ലാം തന്റെ സംരക്ഷണത്തിലേക്ക് കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് സംശയം ഉണ്ടാവും. കാരണം ഇപ്പൊ ഇവർക്കൊന്നും അറിയില്ലല്ലോ. ഇവർക്ക് അറിയേയില്ല ഇത് ഞങ്ങൾ വന്നിരിക്കുന്ന യൂസുഫിന്റെ അടുത്താണെന്ന്. അതൊക്കെ പിന്നീടാണ് സംഭവിക്കുന്നത്. മാത്രമല്ല ബിന്യാമിനും അറിയില്ല, ഇത് എന്റെ സഹോദരനാണെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ തഫ്സീറുകളിൽ നോക്കുമ്പോൾ ഹദീസുകളൊന്നും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണമോ സഹാബികളുടെ വിശദീകരണമോ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇമാം റാസി ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് ബിന്യാമീനെ യൂസുഫ് അലൈഹി ഇസ്ലാം തന്റെ സംരക്ഷണത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ തന്റെ ഒരു കംഫർട്ട് സോണിലേക്ക് എങ്ങനെ കൊണ്ടുവന്നു. അതിന് അദ്ദേഹം പറയുന്ന ഒരു പിക്ചറൈസേഷൻ ഉണ്ട്, ഒരു ഇല്ലസ്ട്രേഷൻ. അതെന്താന്ന് വെച്ചാൽ ഇവർ എത്ര ബ്രദേഴ്സ് ഉണ്ട്? 10 ബ്രദേഴ്സ് അല്ലെ. ബിന്യാമിൻ 11ാമത്തെ ആള്. അപ്പോ യൂസുഫ് അലൈഹി ഇസ്ലാം ഇവർക്ക് ഒരു ഹോസ്പിറ്റാലിറ്റി കൊടുത്തു. അതായത് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ അതിനുള്ളൊരു സംവിധാനം അദ്ദേഹം ഒരുക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്നുകിൽ ഒരു റൂമിൽ 2 ആൾ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയണം അദ്ദേഹം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്നതിന് അദ്ദേഹം ഒരു പോസിബിൾ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ഒരു റൂമിൽ 2 പേരെ വെച്ച്, അപ്പൊ 10 പേര്, 5 റൂം. പക്ഷെ അപ്പൊ ഒറ്റയ്ക്ക് ഒരാളായി ആര്? ബിന്യാമീനെ യൂസുഫ് അലൈഹി സ്വലാം നീ ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞു. ഓക്കെ, അതല്ലെങ്കിൽ ഒരു ടേബിളിൽ 2 ആളെ വെച്ചിരുത്തി. അങ്ങനെയാണല്ലോ അന്നത്തെ കാലത്തും ഒക്കെ ഈ ഹോസ്പിറ്റാലിറ്റി ചെയ്യുന്ന അങ്ങനെയാണല്ലോ. 2 പേരെ വെച്ചിരുത്തിയപ്പോ ആ 10 ബ്രദേഴ്സിന് 5 ടേബിൾ കൊടുത്തു. ഒരു ടേബിളിൽ ബിന്യാമിൻ, അവിടെ പോയിട്ട് യൂസുഫ് അലൈഹി സ്വലാം ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് അങ്ങനെ തന്നെ സംഭവിച്ചുകൊള്ളണം എന്നതിന് ഒതന്റിക് നറേഷൻ ഒന്നുമില്ല. ഇമാം റാസി അങ്ങനെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട എത്ര ഉള്ളൂ, യൂസുഫ് അലൈഹി സ്വലാം വളരെ ഇന്റലിജന്റ് ആണ്. ഒരു ഇന്റലിജന്റ് ഫാദറിന്റെ ഇന്റലിജന്റ് മകനാണ് യൂസുഫ് അലൈഹി സ്വലാം. പ്ലസ് 2 പേരും പ്രവാചകന്മാരാണ്. അവർക്ക് ഒരു ഐഡിയ ആ അർത്ഥത്തിൽ തോന്നിയിട്ടുണ്ടാകും, ഈ മറ്റ് ബ്രദേഴ്സിൽ നിന്ന് ബിന്യാമീനെ എങ്ങനെ ഒറ്റപ്പെടുത്തി എൻ്റെ വലയത്തിലേക്ക് കൊണ്ടുവരാം. അതിന് അദ്ദേഹം ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴി ഇങ്ങനെയൊക്കെ ആകാം, ഇവർക്ക് കൊടുത്ത ഹോസ്പിറ്റാലിറ്റിയുടെ പല രൂപത്തിലാകാം. എന്ത് പറഞ്ഞാലും അദ്ദേഹത്തെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നത്. അവർക്ക് തമ്മിൽ നേരിട്ട് 2 പേർക്കും സംസാരിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആര് ക്രിയേറ്റ് ചെയ്തു? യൂസുഫ് അലൈഹി സ്വലാം ക്രിയേറ്റ് ചെയ്തു. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് ആണ്. ഇനി വേറൊരു എക്സ്പ്ലനേഷൻ പറയുന്നത്, സ്വാഭാവികമായിട്ടും ഈ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞിട്ടാണ് ബിന്യാമീൻ വന്നിട്ടുള്ളത് അല്ലെ. നിങ്ങൾക്കൊരു ബ്രദറും കൂടി ഉണ്ടല്ലോ. ഇവരുടെ റെക്കോർഡ്സ് ഒക്കെ പരിശോധിച്ചപ്പോൾ നിങ്ങൾക്കൊരു ബ്രദറും കൂടി ഉണ്ട്. ആ ബ്രദറിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തവണ ഫുഡ് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ അന്നേരം യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത്തവണ എവിടെ നിങ്ങളുടെ ബ്രദർ? ആ ബ്രദറിനെ എനിക്കൊന്ന് കാണണം, എനിക്ക് അവനോടൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ യൂസുഫ് അലൈഹി സ്വലാം ബിന്യാമിനെ കൊണ്ടുപോയി. എങ്ങനെയായാലും ഏത് സിറ്റുവേഷനിലായാലും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഈ പറയുന്ന സംഗതി നമ്മൾ ഒരു ആയത്തിങ്ങനെ വായിക്കുമ്പോൾ ഇവർ വന്നപ്പോൾ തന്നെ ബ്രദറിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി വേറൊരു ഭാഗത്തേക്ക് നിർത്തിയിട്ട് കാല ഇന്നി അന അഹൂഖ്, ഞാൻ നിന്റെ ബ്രദറാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല.
അങ്ങനെയല്ല. യൂസുഫ് അലൈഹി സ്വലാം അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നു. ഇവർ ഓപ്പൺ അപ്പ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇവിടെ പിന്നെ കാല ഇന്നി അന അഹൂഖ്, അദ്ദേഹം പറയാണ് ഇന്നി അന അഹൂഖ്, ഞാൻ നിന്റെ സഹോദരനാണ്. ഐ ആം യുവർ ബ്രദർ. ആ പറച്ചില് നോക്കൂ, ഇന്നി അന അഹൂഖ്. ഇന്നി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? തീർച്ചയായും ഞാൻ, അന ഞാൻ, ഐ ആം യുവർ ബ്രദർ. ഇന്ന എന്നുള്ളത് തീർച്ചയായും എന്നുള്ള പദമാണ്. ഈ യാ ഉണ്ടല്ലോ, ഇന്നയോട് ചേർത്ത യാ, അതും ഞാൻ എന്നുള്ളതാണ്. അന എന്നുള്ളത് ഞാൻ എന്നാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതേ പദം അള്ളാഹ് തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. എവിടെ? മൂസാ നബിയോട് പറയാൻ വേണ്ടിയിട്ട്. മൂസാ നബിനോട് തൂർ സീന പർവ്വതത്തിൽ വെച്ച് കാണുമ്പോൾ എന്താ പറയുന്ന? ഇന്നി അന റബ്ബുക, അനല്ലാ എന്നും പറയുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് അന റബ്ബുക എന്നും പറയുന്നുണ്ട് അല്ലെ. ഇന്നി അനല്ലാ, തീർച്ചയായും ഞാനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇൻക്രെഡിബിൾ സിറ്റുവേഷൻ ആണ് അത് അല്ലെ. അൺബിലീവബിൾ സിറ്റുവേഷൻ ആണ്. ബിന്യാമിൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ രാജാവിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ്, ആ രാജ്യത്തിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ആണ് ആര്? യൂസുഫ് അലൈഹി സ്വലാം. രാജാവ് വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണ് അപ്പോ. കാരണം മൊത്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന യൂസുഫ് അലൈഹി സ്വലാമാണ്. ഈ യൂസുഫ് ആ രാജ്യത്തിലെ സെക്കൻഡ് ഇൻ കമാൻഡ് എന്റെ ബ്രദർ ആണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തെളിവും ആർക്കില്ല? ബിന്യാമിനില്ല. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞതാകാം എന്ത്? ഇന്നി അന അഹൂക്ക, ഞാൻ തീർച്ചയായിട്ടും നിന്റെ സഹോദരനാണ്. അപ്പൊ അത് ഒറ്റയടിക്ക് പറഞ്ഞതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒറ്റയടിക്ക് വിളിച്ചു വരുത്തി അപ്പൊ തന്നെ ബിന്യാമിനെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ നിന്റെ ബ്രദറാണ് എന്ന് പറഞ്ഞതാവൂല. സ്വാഭാവികമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ പിന്നെ ഓരോ ടേബിളിൽ എല്ലാവരും ഈ രണ്ടുപേരെ ഇരുത്തി അവസാനത്തെ ടേബിളിൽ ബിന്യാമിൻ മാത്രമായപ്പോ ഞാൻ നിന്റെ ഒപ്പം ചേരാം, ഞാനും നിന്റെ ബ്രദർ തന്നെയാണ് എന്ന് സ്വാഭാവികമായി പറഞ്ഞു ആദ്യം. അപ്പോ ബിന്യാമിൻ ചോദിച്ചിട്ടുണ്ടാവും, എങ്ങനെ എന്റെ ബ്രദർ ആവും? യാക്കൂബ് നബി താങ്കളുടെ ഫാദർ അല്ലല്ലോ. സ്വാഭാവികമായിട്ട് അവർ സംഭാഷണത്തിലൊക്കെ കൂടുതൽ നന്നായിട്ട് ഓപ്പൺ അപ്പ് ചെയ്തപ്പോൾ ഒരു കംഫർട്ട് സോണിൽ വെച്ചിട്ട് യൂസുഫ് അലൈഹി സ്വലാം ആവർത്തിച്ച് പറയണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ നിന്റെ ബ്രദർ അല്ല, ഇന്നി അന അഹൂഖ്, ഷുവർലി ഐ ആം യുവർ ബ്രദർ. ഞാൻ വാസ്തവത്തിൽ നിന്റെ വാപ്പയും ഉമ്മയും ചേർന്ന ഒരു സഹോദരൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അവിശ്വസനീയമായ സിറ്റുവേഷനിൽ, വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞ ഒരു വാചകമായിട്ട് അതിനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഒറ്റയടിക്ക് വിളിച്ചു വരുത്തി ഞാൻ നിന്റെ ബ്രദറാണ് എന്നങ്ങോട്ട് ഓപ്പൺ അപ്പ് ചെയ്യുകയല്ല എന്നുള്ളത്. പിന്നെ പറയുന്ന വാക്ക് അത് വളരെ ഒരുപാട് പാഠം നമുക്ക് നൽകുന്ന ഒരു വാക്കാണ്. എന്താണ്? ഫലാ തബ്തഇസ്. തബ്തഇസ് എന്ന് പറഞ്ഞാല് ബുഅ്സ് എന്നുള്ള പദത്തിൽ നിന്നാണ് ആ തബ്തഇസ് വരുന്നത്. ബുഅ്സ്, ബഅ്സാ, കേട്ടിട്ടുണ്ടോ? ബുഅ്സ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. അതിൽ നിന്നാണ് വരുന്നത്. ബുഅ്സ് എന്നാണ് ബിഅ്സ വരുന്നത്. ബിഅ്സ എന്ന് പറഞ്ഞാൽ എത്ര മോശം എന്നുള്ള അർത്ഥത്തിലാണ്. അത് പക്ഷെ ഒരു ഫിഅലിന്റെ വേറെ തന്നെ അറബി ഒരു പ്രത്യേകമായ ഫീലാണ് നിഅമ ബിഅ്സ എന്നുള്ളത്. പക്ഷെ ഇവിടെ ബുഅ്സ് എന്ന് പറയുന്നത് ശരിക്ക് ബഅ്സ എന്ന് പറയുന്ന ആ പദം അത് ശരിക്കും ഒരു യുദ്ധം കഴിഞ്ഞാൽ ഒരു പ്രദേശം എങ്ങനെയായിത്തീരും നമുക്കറിയാം. ഒരു യുദ്ധം കഴിഞ്ഞാൽ അവിടെ കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ടാവും. ഇപ്പം ഗസയൊക്കെ നമ്മൾ നോക്കൂ അല്ലെ. അതുപോലെ തന്നെ അവിടെ ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെട്ടു പോവും. പിന്നെ അവരുടെ എല്ലാം നശിച്ചു പോയ ഒരു പ്രദേശത്ത്, ബാക്കിയൊന്നും അവശേഷിക്കാത്ത ഒരു പ്രദേശത്തെ ആ അവസ്ഥയെ കുറിക്കാനാണ് വാസ്തവത്തിൽ ബഅ്സ എന്ന് പറയാം. അല്ലെങ്കിൽ ബുഅ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദാരിദ്ര്യം പിടിച്ച അവസ്ഥ. ആ അവസ്ഥയിൽ താങ്കൾ ആകരുത്. ഫലാ തബ്തഇസ് എന്ന് പറഞ്ഞ അതാണ്. ബിന്യാമിനോട് യൂസുഫ് പറയാണ്, ഫ്രം നൗ ഓൺവേർഡ്സ് യു ഡോണ്ട് നീഡ് ടു ബി മിസറബിൾ. നിനക്കൊരിക്കലും ഒരു കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരികയില്ല. ബിമാ കാനു യഅമലൂൻ. അവർ നിന്നോട് ഈ ബ്രദേഴ്സ് നിന്നോട് പ്രവർത്തിച്ചതിന്റെ ഫലമായിക്കൊണ്ട് നീ ഒരിക്കലും എന്ത് ചെയ്യേണ്ടി വരില്ല?
ഒരു മിസറബിൾ സിറ്റുവേഷനിൽ ഇനി ഒരിക്കലും ആവേണ്ടി വരില്ല, കാരണം ഞാൻ നിന്റെ ബ്രദറാണ്. സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം വരാം, അതിന് ഈ ബ്രദേഴ്സ് എന്താണ് എന്നോട് ചെയ്തത് എന്ന് ബിന്യാമീൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ ബ്രദേഴ്സ് എന്നോട് എന്ത് ചെയ്തു എന്ന് ബിന്യാമീൻ പറഞ്ഞതായിട്ട് ഈ ആയത്തിൽ എവിടെയും തെളിയിക്കുന്നില്ല. പക്ഷെ അവിടെയും നമ്മൾ ആ ആവാ ഇലൈഹി അഹാഹു, തൻ്റെ സഹോദരനെ തൻ്റെ സംരക്ഷണത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു എന്ന് പറഞ്ഞതിലൂടെ നമ്മൾ അതിനെ ചേർത്ത് വെക്കണം. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കംഫർട്ട് സോണിൽ അവരായപ്പോൾ അവർ നന്നായി സംസാരിച്ചിട്ടുണ്ടാകും. ഒരു സിറ്റുവേഷൻ അതാണ്, നന്നായി സംസാരിച്ചിട്ടുണ്ടാകും. ആ സംസാരത്തിൽ സ്വാഭാവികമായിട്ടും ഈ ബിന്യാമീൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഒരു സിറ്റുവേഷൻ അതാണ്. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ, യൂസുഫ് അലൈഹി സ്വലാമയ്ക്ക് എല്ലാത്തരം സ്പീച്ചും വ്യാഖ്യാനിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ, തഅ്വീലുൽ അഹാദീസ്. ബിന്യാമീനെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ അവന്റെ കണ്ണും അവന്റെ ബോഡിയും ബോഡി ലാംഗ്വേജും അതൊക്കെ മനസ്സിലാക്കിയിട്ട് യൂസുഫ് അലൈഹി സ്വലാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു വലിയ ഹ്യൂമിലിയേറ്റിംഗ് സിറ്റുവേഷനിലൂടെ കടന്നു പോരുന്ന ഒരു മനുഷ്യനാണിത്. കാരണം എന്നെ കിണറ്റിൽ തള്ളാൻ മടിക്കാത്ത ബ്രദേഴ്സ്, ആ ബ്രദേഴ്സിന്റെ ഒപ്പം ഇത്രയും കാലം ജീവിച്ച ബിന്യാമിൻ സ്വാഭാവികമായിട്ടും എന്നെക്കാളും വളരെ വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് ആ സിറ്റുവേഷൻ വെച്ചിട്ട് പറഞ്ഞതുമാകാം. ബട്ട് ഇൻ എനി കേസ് ബിന്യാമിന്റെ വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷനെ കുറിച്ച് സ്വാഭാവികമായിട്ടും ബിന്യാമിൻ പറഞ്ഞിട്ടുണ്ടാവും. കാരണം പിതാവ് ഞാൻ നിന്റെ സഹോദരനാണെന്ന് പറഞ്ഞപ്പോ പിന്നെ താങ്കളാണോ ആ സഹോദരൻ? അപ്പൊ യൂസുഫ് അലൈഹി സ്വലാം വീട്ടിൽ നിന്ന് പോരുമ്പോ ബിന്യാമിൻ ഒരു ബേബി ആയിരുന്നു. 1-2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയായിരുന്നു. പക്ഷെ ബിന്യാമിൻ വളർന്നു വന്നത് യാക്കൂബ് നബി അലൈഹി സ്വലാം വിഷമിക്കുന്നതും അദ്ദേഹം യൂസുഫിനെ കുറിച്ച് ഓർത്ത് കരയുന്നതും യൂസുഫിനെ കുറിച്ച് നല്ലത് പറയുന്നതും ഈ സഹോദരങ്ങൾ യൂസുഫിനെ കുറിച്ച് മോശം പറയുന്നതും ഇതൊക്കെ കേട്ടാണ് ആര് വളർന്നത്? ബിന്യാമിൻ വളർന്നത്. സ്വാഭാവികമായിട്ടും ഈ യൂസുഫിന്റെ സഹോദരൻ എന്നുള്ള നിലക്ക് ബിന്യാമീനോട് അതേ വൈരാഗ്യവും അതേ വിദ്വേഷവും അതേ ശത്രുതയും അതേ അസൂയയും വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഈ സഹോദരങ്ങൾ പെരുമാറിയിട്ടുണ്ടാകുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ യൂസുഫ് അലൈഹി സ്വലാം ബിന്യാമീന് ഒരു കംഫർട്ട് കൊടുക്കുകയാണ്. എന്താണ് ആ കംഫർട്ട്? ഐ ആം യുവർ ബ്രദർ, ഞാൻ നിന്റെ സഹോദരനാണ്, ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, ഇനി അങ്ങനത്തെ ഒരു മിസറബിൾ ലൈഫ്, അങ്ങനത്തെ ഒരു കഷ്ടപ്പാടിന്റെ ജീവിതം അതിൻ്റെ അകത്തേക്ക് നീ പോകേണ്ടതില്ല. ബിമാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു, അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞതുപോലെയാണ് യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞത്. അവർ പരസ്പരം അത്രത്തോളം അടുക്കുകയും പരസ്പരം ഓപ്പൺ അപ്പ് ചെയ്യുകയും ഹൃദയം തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ യൂസുഫ് അലൈഹി സ്വലാം പറയുന്നത്, യു ഡോണ്ട് നീഡ് ടു ബി സാഡ് എനിമോർ, ഇനി ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല, ഐ ആം യുവർ ബ്രദർ. അപ്പം ഇത് ശരിക്കും വാസ്തവത്തിൽ ഖുർആന്റെ ഈ സംഭാഷണങ്ങൾ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതായത് ഇപ്പോ ചിലപ്പോഴൊക്കെ നമുക്ക് അതിനകത്ത് സംശയങ്ങളും ഉണ്ടാവും. അതായത് എന്തിനാണ് ഇപ്പൊ ഇത്രയൊക്കെ വ്യാഖ്യാനിക്കണേ എന്നുള്ളത്. ഇപ്പൊ ഈ ഒരൊറ്റ ആയത്ത് 49ാമത്തെ ആയത്ത് ഇത്രയും നേരം ഞാൻ ഇങ്ങനെയൊക്കെ പറയണതിന്റെ ഉദ്ദേശം എന്താ, അല്ലെങ്കിൽ അതിന്റെ ആവശ്യം എന്താ? നമ്മൾ ശരിക്കും ഖുർആനെ ഈ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ സക്കരിയ അലൈഹിസ്സലാം അല്ലെ, സക്കരിയ അലൈഹി സ്വലാമിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സന്തോഷ വാർത്ത കൊടുത്തു. എന്തായിരുന്നു ആ സന്തോഷ വാർത്ത? പറയും, സന്തോഷ വാർത്ത എന്തായിരുന്നു? ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞു കൊടുത്തു. ആ പേര് പറഞ്ഞപ്പോ സക്കരിയ അലൈഹി സ്വലാം പറഞ്ഞു, എനിക്കൊരു അടയാളം വേണം അല്ലെ, ഒരു സൈൻ, ഒരു ആയത്ത് തരണം. എന്താണ് ആയത്ത് അള്ളാഹ് പറഞ്ഞു കൊടുത്തത്? 3 ദിവസം 3 ദിവസം സംസാരിക്കാൻ പറ്റില്ല. സൂറത്ത് മറിയമിൽ പറയുന്നത് 3 രാത്രി എന്നാണ് അല്ലെ, സലാസലയാലിൻ സവിയ. അത് തന്നെ സൂറത്ത് ആലിമ്രാനിൽ പറയുന്നത് 3 സലാസത്ത് അയ്യാം എന്നാണ്, ദിവസം എന്നാണ്. അപ്പൊ വേണമെങ്കിൽ ഒരാൾക്ക് പറയാം, കണ്ട, ഒരു സ്ഥലത്ത് ഖുർആൻ 3 നൈറ്റ്സ് പറഞ്ഞു, വേറെ സ്ഥലത്ത് ഖുർആൻ 3 ഡേയ്സ് പറഞ്ഞു. അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? അതിനെ അതാണ് ഈ ശരിക്കും ഖുർആൻ ഒരു വലിയ സംഭാഷണത്തെ എടുത്തിട്ട് അതിന്റെ ചില പാർട്ടുകളാണ് പറയുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ചില സിനിമ അല്ലെങ്കിൽ ചില നിങ്ങളൊക്കെ അല്ലെ, അങ്ങനെയൊക്കെ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. അതായത് ഒരു കഥ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഒരു സംഭാഷണത്തിന്റെ ഒരു ഭാഗം മാത്രം പറയും. പക്ഷെ ചിലപ്പോൾ ആ കഥയുടെ എൻഡിൽ ക്ലൈമാക്സിൽ അതേ സംഭാഷണത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ആ സംഭാഷണത്തിന്റെ വേറൊരു ഭാഗം കാണിക്കും. അപ്പോഴാണ് നമുക്ക് കഥ മനസ്സിലാവുക. ഈ സംഭാഷണവും അപ്പം നടന്നതാണല്ലേ. ഇതുപോലെയാണ് ഖുർആന്റെ സംഭാഷണ ശൈലി. അതായത് സക്കരിയ അലൈഹി സ്വലാമയോട് അള്ളാഹു പറഞ്ഞു, 3
ദിവസം, അല്ലെങ്കിൽ 3 രാത്രി. ആദ്യം പറഞ്ഞു 3 രാത്രി, സലാസ ലയാലിൻ എന്ന് പറഞ്ഞു. പക്ഷെ മറ്റോടത്ത് പറഞ്ഞപ്പം 3 പകലെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഒറ്റ സന്ദർഭത്തിൽ നടന്നതാണ്. അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് എനിക്ക് ഒരു അടയാളം കിട്ടുക? അള്ളാഹു പറഞ്ഞു 3 രാത്രി എന്ന് സംസാരിക്കില്ല. റിമെമ്പർ 3 days. അങ്ങനെ മനുഷ്യന്മാർ തന്നെ പറയൂലേ, അല്ലെ? മനുഷ്യർ തന്നെ അങ്ങനെ പറയൂലേ. 3 nights എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 3 days എന്നും പറയും. ഇതുപോലെയാണ് ഖുർആന്റെ സംഭാഷണം. അപ്പൊ ഇവിടെ പിന്നെ ബിന്യാമീനോട് യൂസുഫ് അലൈഹിസ്സലാം പറയുന്നത് ഒരു ആ പറഞ്ഞ സംഭാഷണങ്ങളുടെ ഒരുപാട് വലിയൊരു സംഭാഷണം നടന്നിട്ട് ആ സംഭാഷണത്തെ ഇങ്ങനെ ചുരുക്കി അതൊരു ചെറിയ പാർട്ടായിട്ട് മാത്രമാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. അതിന്റെ അർത്ഥം ഈ പറഞ്ഞത് മാത്രമല്ല അവരുടെ ഇടയിൽ നടന്നിട്ടുള്ളത്, ഒരു വലിയ സംഭവം. കാരണം അത്രയും കാലം കാണാതിരുന്ന ഒരു ബ്രദറിനെ കണ്ടുകിട്ടിയപ്പോൾ ഒരുപാട് സംഗതികൾ ബിന്യാമിൻ പറഞ്ഞിട്ടുണ്ടാകും. അതിനൊക്കെ ആറ്റിക്കുറിക്കിട്ട് ഒരു വലിയ കംഫേർട്ട് യൂസുഫ് അലൈഹിസ്സലാം കൊടുക്കുകയാണ്. ഇനി മുതൽ നീ ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, മറിച്ച് നിനക്ക് സമാധാനത്തിന്, നിനക്ക് ആശ്വാസമായിട്ട്, നിനക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സംരക്ഷണമായിട്ട് ആരുണ്ട്? ഞാനുണ്ട്. പ്രവാചകന്മാരുടെ കുടുംബത്തിൽ വരെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രവാചകന്റെ കുടുംബത്തിൽ ഒരു ബുള്ളിയിങ്, ഒരു ഇമോഷണൽ ടോർച്ചർ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ കുടുംബത്തിലും അങ്ങനെയൊക്കെ നടക്കാം എന്നതിന്റെ അർത്ഥം അത് അനുവദനീയമാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആളുകൾ അങ്ങനെയൊക്കെ പെരുമാറും. പക്ഷെ അവിടെ ഇമോഷണൽ കംഫർട്ട് കൊടുക്കാൻ, സൈക്കോളജിക്കലി ഈ ആളുകളെ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കാൻ നമുക്കാകണം എന്ന ഒരു സുപ്രധാന സന്ദേശം നൽകി. പ്രത്യേകിച്ച് ഇപ്പോൾ നോക്കൂ, ഞാൻ കുറച്ചൊന്ന് മുൻകടക്കാണ്, ഇതിന് ശേഷം പറയാനുള്ള ഒരു സംഭവമാണ്. പക്ഷെ പ്രത്യേകിച്ച് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ബിന്യാമിനെ കുറിച്ചും ഇവർ പറഞ്ഞിരുന്ന ഒരു സംഗതി, ഈ കഥ കുറച്ചും കൂടെ പുരോഗമിക്കുമ്പോൾ അത് പറയുന്നുണ്ട് ഇവര്. ഈ ബിന്യാമിൻ കട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ബ്രദറും കട്ടിട്ടുണ്ട് എന്ന് യൂസുഫിനെ അറിയുന്നതിന് മുമ്പ് ഇവർ പറയുന്നുണ്ട്. ആ കട്ടതിനെ കുറിച്ചുള്ള ഒരു കഥ പറയുന്നത് യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെയും ബിന്യാമിന്റെയും മദർ, ഉമ്മ, ആ ഉമ്മയുടെ ഉപ്പ, അതായത് മറ്റേണൽ ഗ്രാൻഡ് ഫാദർ, യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെയും ബിന്യാമിന്റെയും മറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഒരു ഐഡൽ വർഷിപ്പർ ആയിരുന്നു, ഒരു വിഗ്രഹാരാധകനായിരുന്നു. അപ്പൊ ഒരു സന്ദർഭത്തിൽ ഈ ഉമ്മ, യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ഉമ്മയ്ക്ക്, പ്രത്യേകിച്ച് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ ഭാര്യയാണല്ലോ അവർക്കിത് മനസ്സിലായപ്പോൾ അവര് ഈ യൂസുഫിനോട് പറഞ്ഞു, മോനെ ആ വാപ്പയുടെ, അതായത് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ആ ഐഡൽസിനെ മാറ്റിവെക്കണം, അത് അറിയാതെ, അദ്ദേഹം അറിയാതെ എടുത്തിട്ട് അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഉമ്മ പറഞ്ഞതിനനുസരിച്ച് യൂസുഫ് അലൈഹി ഇസ്ലാം ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്തതുപോലെ ആ വിഗ്രഹങ്ങളെ എടുത്തു മാറ്റി. പക്ഷേ എടുത്തു മാറ്റുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് യൂസുഫ് അലൈഹി ഇസ്ലാം കള്ളനാണ്, തീഫാണ്, സാരിഫാണ്, അദ്ദേഹത്തിന്റെ ഉമ്മയും കള്ളനാണ് എന്ന ഒരു കഥ ഈ സഹോദരങ്ങൾ നിരന്തരം ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ വർത്താനമാണ് അവര് ബിന്യാമിന്റെ കെട്ടിൽ നിന്ന്, പിന്നീട് നമ്മളത് വിശദീകരിക്കും, ബിന്യാമിന്റെ കെട്ടിൽ നിന്ന് അളവിന്റെ പാത്രം കിട്ടുമ്പോൾ ഇൻ സറഖ ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബ്ൽ എന്ന് പറയുന്നത്, അത് നമ്മൾ ആ സന്ദർഭത്തിൽ വിശദീകരിക്കാം. ഈ നരേഷനൊക്കെ പിന്നെ തഫ്സീറുകളിൽ പറഞ്ഞ ഒരു സംഗതിയാണ്. പക്ഷെ അങ്ങനത്തെ അത്ര ആ ഒരു നേച്ചറിലായിരുന്നു ഇവരുടെ ടോർച്ചർ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയുന്നത്. അതായത് യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ഉമ്മയെ കുറിച്ച്, യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, ബിന്യാമിനെ കുറിച്ച് അവർ കള്ളന്മാരും മോശക്കാരുമാണ് എന്ന അർത്ഥത്തിലുള്ള വളരെ പിന്നെ ആ അർത്ഥത്തിൽ സൈക്കോളജിക്കൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ കടന്നു പോകുക, അത് പ്രത്യേകിച്ച് സിബ്ലിങ്സ് തന്നെ ആവുമ്പോൾ ആ ഒരു ഇമോഷണൽ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. അതാണ് അവർ കടന്നു വന്ന ആ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നിന്നാണ് യൂസുഫ് അലൈഹി ഇസ്ലാം തന്റെ ബ്രദറിനെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്നത്. അപ്പോൾ ഇമോഷണൽ അബ്യൂസ് അതാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഈ ഒരൊറ്റ ആയത്തിൽ, ഈ 69ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്. നമ്മുടെ കുടുംബത്തിൽ, ഇത് ഭാര്യ ഭർത്താക്കന്മാരാകാം, സിബ്ലിങ്സ് ആകാം, പാരൻസും കുട്ടികളും ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആകാം, ആരൊക്കെ ഇമോഷണലി അബ്യൂസ് ചെയ്യപ്പെടുന്നുവോ അവരെ ചേർത്ത് പിടിക്കാൻ, അവരോട് കംഫർട്ടിന്റെ വർത്താനം പറയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പലരും അതിനെ വെറും, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ, ഒരു സ്പിരിച്വൽ കണ്ണിലൂടെ കാണാം. നിങ്ങൾ സമാധാനിക്കൂ, തവക്കൽ അലല്ലാ, അള്ളാഹുൽ വിശ്വാസമില്ലേ, അള്ളാഹുലെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് അതിനെ രക്ഷപ്പെടും. അങ്ങനെയല്ല.
ചിലത് സൈക്കോളജിക്കലി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട. ഇപ്പൊ ഇവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമയ്ക്ക് വേണമെങ്കിൽ സഹോദരനോട് ഒരുപാട് പ്രഭാഷണം നടത്താം, വലിയ കുത്തുബ നടത്താം അല്ലെ, അള്ളാഹുവിനെ കുറിച്ച്. നീ ഈ ലോകത്തല്ലേ, ഈ ലോകത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും, പരലോകത്ത് ഇതൊന്നും നമുക്ക് കാര്യമാവൂല എന്നൊക്കെ പറയാം. പക്ഷെ അതൊന്നും അല്ല യൂസുഫ് അലൈഹി സ്വലാം പറയുന്നത്. മറിച്ച് പറയുന്നത് എന്താ? ഞാൻ നിന്റെ ബ്രദറാണ്. ഫലാ തബ്തഇസ്. ഇനി നീ ഒരു മിസറബിൾ ലൈഫ് നയിക്കേണ്ടതില്ല, നിന്നെ സംരക്ഷിക്കാൻ ഞാനുണ്ട്. ആ വർത്താനം ഉണ്ടല്ലോ, നിന്റെ സംരക്ഷണത്തിന് ഞാനുണ്ട് എന്ന് നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വീട്ടിലെ, നമ്മുടെ പരിസരത്തെ ഒരു ഇമോഷണൽ അബ്യൂസ് അനുഭവിക്കുന്ന ഒരാളോട് കംഫർട്ട് ചെയ്യാൻ, അങ്ങനെ ആളുകളെ കൺസോൾ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ആത്മഹത്യകൾ ഉണ്ടാവില്ല. ഒരാളുണ്ടെങ്കിൽ മറ്റൊരാൾ ഒരു മിസറബിൾ ആയിട്ടുള്ള ലൈഫ് നയിക്കേണ്ടി വരില്ല. ആർക്കും ഒരു അന്യതാബോധം ഫീൽ ചെയ്യില്ല. പല കുടുംബങ്ങളിലെയും പ്രശ്നം അവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അതാണ് വാസ്തവത്തിൽ ദ വേ യു മേക്ക്. ഇപ്പൊ നോക്കൂ, മൂസാ നബി അലൈഹി ഇസ്ലാം ആ ഷുഐബ് അല്ലെങ്കിൽ ആ ഷെയ്ഖിനോട് പോയിട്ട് കഥ, ഫലമ്മ ഖസ്സ അലൈഹിൽ ഖസസ്, അദ്ദേഹം കഥ പറഞ്ഞപ്പോ ആ ഷെയ്ഖ് ഷുഐബ് എന്ന് പറയുന്ന ആ മനുഷ്യൻ മൂസാ നബിനോട് പറഞ്ഞെന്താ? ലഖദ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. നീ ആ അക്രമികളായ ജനതകളിൽ നിന്ന് രക്ഷപ്പെട്ടു. അള്ളാഹിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച് സമാധാനിപ്പിക്കുകയല്ല ചെയ്തത്. ഞാൻ പറഞ്ഞ അള്ളാഹിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച് സമാധാനിപ്പിക്കേണ്ടെന്നല്ല പറയുന്നത്, മറിച്ച് അതിനേക്കാളും പ്രധാനം അള്ളാഹു ഉണ്ട്, അള്ളാഹുവിലെ വിശ്വാസം വേണം, പരലോകമുണ്ട്, ഇഹലോകത്തെ കുറ്റങ്ങൾക്കൊക്കെ പരലോകത്ത് ശിക്ഷയും ഇവിടുത്തെ നന്മയ്ക്ക് പരലോകത്ത് രക്ഷ കിട്ടും. പക്ഷെ അതിനു മുമ്പ് ആളുകൾക്ക് വേണ്ടത് എന്താ? അവർ കേൾക്കാൻ മനസ്സുള്ള ഒരാളുടെ കാത്, ലിസണിങ്, നന്നായി ലിസൺ ചെയ്യാൻ പറ്റും. യൂസുഫ് അലൈഹി സ്വലാം ചെയ്തത് അതാണ്. സഹോദരനെ വിളിച്ച് സ്വന്തത്തിലേക്ക് അടുപ്പിച്ചിട്ട് ആ പറയുന്നതൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ഇന്നി അന അഖൂഖ് ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ. ഞാൻ നിന്റെ ബ്രദറാണ്, ഇനി അവർ ചെയ്തതിനെ കുറിച്ച് നിനക്ക് ഒരിക്കലും മിസറബിൾ ആയിട്ട് വരേണ്ടി വരില്ല. ഈ ഒരു കംഫർട്ടാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കേണ്ടത് എന്ന പാഠം ഇത് നൽകുന്നുണ്ട്. അത് പ്രവാചകന്മാർക്ക് പോലും ആവശ്യമാണ്. പ്രവാചക കുടുംബത്തിലെ അംഗങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സാധാരണ ഒരു മനുഷ്യന്റെ കുടുംബത്തിൽ, സാധാരണ മനുഷ്യന്മാർ, നമ്മളെപ്പോലെ പച്ചക്കരളുള്ള മനുഷ്യന്മാരുടെ കുടുംബങ്ങളിൽ, സമൂഹത്തിൽ ആളുകളെ ചേർത്ത് പിടിക്കാൻ, ആളുകൾക്ക് ആ സഫറിങ്, പെയിനും വേദനയും ഒക്കെ കടന്നു പോകുന്ന ആളുകളുടെ, നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ, നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുന്ന ഒരു മനസ്സ്, അതാണ് ആദ്യമായിട്ട് വേണ്ടത്. എന്നിട്ട് നമുക്ക് കുത്തുബ പറയാം, എന്നിട്ട് നമുക്ക് അഡ്വൈസ് കൊടുക്കാം കേട്ടോ. അതാണ് ഈ 69-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പാഠം. ഓക്കെ, ശരി. നമുക്കിനി ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും അർത്ഥത്തിൽ സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്കത് ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ തോന്നുന്ന എന്തെങ്കിലും അർത്ഥത്തിലുള്ള ചോദ്യങ്ങളോ അന്വേഷണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام. They're probably Bhutan. Okay.